ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, സിസ്റ്റേഴ്സ്, ബ്രദർ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഈശോ നമുക്ക് നൽകിയ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഫാദർ ഡാനിയേൽ അച്ഛന്റെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ടാണ്. ഈശോ ജനിച്ചതും വളർന്നതും 30 വയസ്സുവരെ ആരാലും അറിയപ്പെടാതെ ജീവിച്ചതും വിശുദ്ധ കുർബാനയെ തീരാൻ വേണ്ടിയിട്ടാണ്. ഈശോ തന്റെ കുരിശ് വഹിച്ചുള്ള യാത്രയിൽ പലതവണ വീഴുന്നുണ്ടെങ്കിലും ഈ തിരുസഭ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അത് 3 ചുരുക്കിയിരിക്കുകയാണ്. ഈശോ കാൽവരിയിൽ തന്റെ ശരീരവും രക്തവും ചിന്തിയത് വിശുദ്ധ കുർബാനയെ തീരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള വിശുദ്ധ കുർബാനയെ നമുക്ക് തീക്ഷ്ണമായി പങ്കുകൊള്ളാം. കാരണം ജെറുസലേം ദേവാലയത്തിൽ 2 ലക്ഷത്തോളം കുഞ്ഞാടുകൾ ബലിയർപ്പിക്കുമ്പോൾ ഉള്ള വേദനയാണ് ഈശോ കുരിശിൽ വഹിക്കുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം പ്രവർത്തിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനും ഈശോയ്ക്ക് വേദന സഹിക്കേണ്ടി വന്നിട്ടില്ല. ഈശോയുടെ വിശുദ്ധ കുർബാന നമ്മൾക്ക് നൽകാനായിട്ടാണ് ഈശോ വേദനകൾ സഹിച്ചത്. അങ്ങനെയുള്ള വിശുദ്ധ കുർബാനയിൽ നമുക്ക് വിശുദ്ധിയോടും ഭക്തിയോടും പങ്കുകൊള്ളാം. നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് പ്രധാന സ്ഥാനം നൽകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.